B.R. അംബേദ്കർ, ഭീംറാവ് രാംജി അംബേദ്കർ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സാമൂഹിക പരിഷ്കർത്താവ്, നിയമജ്ഞൻ, ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ നിയമനീതി മന്ത്രി. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു. 1990 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി അദ്ദേഹത്തിനെ ആദരിക്കുകയുണ്ടായി. മരണാന്തരം. ഹിന്ദു മതത്തിനുള്ളിലുള്ള ഈ ഒരു ജാതി വ്യവസ്ഥ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതിൽ മനം മടുത്ത് മതം മാറിയ ഒരു വ്യക്തി. ആദ്യം സിഖ് മതത്തിലേക്ക് മാറാൻ ഉദ്ദേശിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി സിഖ് മതത്തിൽ മാറിയാലും അദ്ദേഹം ഒരു രണ്ടാം പൗരനായിട്ടേ കണക്കാക്കപ്പെടുകയുള്ളൂ. അങ്ങനെ 1956 ഒക്ടോബർ 14 നാഗ്പൂരിൽ ഒരു പൊതുചടങ്ങിൽ ഒരുപാട് അനുയായികളോടൊപ്പം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. ബുദ്ധമതം സ്വീകരിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഉദ്ദേശവും എന്തായിരുന്നു? ബുദ്ധമതത്തിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല. അങ്ങനെ ഈ ഒരു ജാതി വ്യവസ്ഥയിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടി മാസ് ഒരു കൺവേർഷനായിരുന്നു അന്ന് നടന്നത് 1956. ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് ചെയ്തൊരു വ്യക്തി. അദ്ദേഹം ദളിതോം കാ മസീഹ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സാമൂഹിക രാഷ്ട്രീയ പരിഷ്കർത്താവ് എന്ന നിലയിൽ അംബേദ്കറുടെ പാരമ്പര്യം ആധുനിക ഇന്ത്യയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പി എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം നിരവധി പൊതുസ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നാമം നൽകി ഭാരതം ആദരിക്കുകയുണ്ടായി. നാഗ്പൂരിൽ ഡോക്ടർ B.R. അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡോക്ടർ B.R. അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജലന്ധറിൽ, ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. വെയ്റ്റിംഗ് ഫോർ എ വിസ എന്ന അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റിട്ടൺ ഓട്ടോബയോഗ്രഫി, അതിൻ്റെ ഒരു അംശമാണ് നിങ്ങളിപ്പം ആസ്വദിക്കാൻ പോകുന്ന ബഡോദ കാ അനുഭവ്. അത് അദ്ദേഹം 1935-36 കാലയളവിൽ എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിലാണ്, വളരെ ചെറിയൊരു ബുക്കാണ്, സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിലാണ് അത് എഴുതിയത്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ബഡോദ കാ അനുഭവ്. നമുക്ക് ആ ഒരു ആത്മകഥാ അംശത്തിലേക്ക് പോകാം. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫി വെയ്റ്റിംഗ് ഫോർ എ വിസയിൽ മെയിൻലി അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു അൺടച്ചബിൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ ഇൻസൾട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു അംശവും അതിനെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്കതിലേക്ക് പോകാം. मैं 1916 में भारत लौटा. बड़ौदा के महाराज ने उच्च शिक्षा हेतु अमेरिका भेजा था. न्यूयॉर्क के कोलंबिया पीठ में 1913 से 1917 तक मैंने अध्ययन किया. 1917 में मैं लंदन गया. लंदन विद्यापीठ के अर्थशास्त्र विषय में स्नातकोत्तर पाठ्यक्रम में प्रवेश लिया. 1913 to 1917 കാര്യമാണ് കേട്ടോ. ഇൻഡിപെൻഡൻസിന് അത്രയും വർഷം മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹം ന്യൂയോർക്കിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി, അമേരിക്കയിൽ. അത് കഴിഞ്ഞ് 1917 അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നു. ഇതിനെല്ലാം സ്കോളർഷിപ്പ് കൊടുത്തത്, സപ്പോർട്ട് ചെയ്തത് ആരാണ്? ബഡോദ കെ മഹാരാജ്. അപ്പോൾ ഈ ബറോഡ അല്ലെങ്കിൽ ബഡോദ ഈ ഗുജറാത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റാണ്, വളരെ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അവിടുത്തെ ഈ ഒരു മഹാരാജ് ഉണ്ടല്ലോ, നരേഷ് സയാജിറാവ് ഗായക്വാഡ്, MS യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പേരിലാണ്. ഈ MS യൂണിവേഴ്സിറ്റി വളരെ മനോഹരമായ ക്യാമ്പസാണ്, നോക്കൂ. അപ്പോൾ ഈ ഒരു കിങ് അന്നത്തെ കാലത്ത് തന്നെ വളരെ ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയായിരുന്നു. എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാജാവിൻ്റെ കൃപ കൊണ്ടാണ് ബാബാ സാഹബ് അംബേദ്കർ എവിടെ പോയത്? ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോയത്. लेकिन 1918 में इसे अधूरा छोड़कर ही मुझे भारत लौटना पड़ा, क्योंकि मेरी शिक्षा के लिए बड़ौदा महाराज ने मेरी मदद की थी. इसलिए उनके राज्य में नौकरी करना मेरे लिए आवश्यक था. അപ്പോൾ 1917 ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വളരെ ഫേമസ് ആണ്. അവിടെ പോയി ജോയിൻ ചെയ്തെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 1918 എനിക്കത് ഇൻകംപ്ലീറ്റ് ആക്കി തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇതൊരു പ്രിൻറ്റിംഗ് എറർ ആണോ? ഈ ഫസ്റ്റ് സെൻറ്റൻസ് മേ 1916 മേ ഭാരത് ലോട്ട,
അത് 1918 ആണെങ്കിലാണ് കുറച്ചുകൂടെ ഈ ക്രൊണോളജിക്കൽ ഓർഡർ കറക്റ്റ് ആവുന്നത്. 1918 16 തിരിച്ചു വന്നിട്ടില്ല. 13 to 17 അദ്ദേഹം ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മോസ്റ്റ് പ്രൊബബ്ലി ഇത് പ്രിൻറ്റിംഗ് ടൈപ്പോ എറർ ആയിരിക്കും. 1918 ഭാരത് ലോട്ട, അതായിരിക്കും ശരി. കേസെ ഭാരത് ലോട്ട, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാതെയാണ് ഞാൻ തിരിച്ച് വന്നത്. സ്നാതകോത്തർ പാഠ്യക്രമേ മേനെ പ്രവേശ് ലിയാ ഥാ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനാണ് ഞാൻ ചേർന്നത്. പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആക്കാതെ ഞാൻ തിരിച്ചു വന്നു. കാരണം എന്താണ്? മേരി ശിക്ഷാ കെ ലിയെ ബഡോദ മഹാരാജ് ने मेरी मदद की थी, इसलिए उनके राज्य में नौकरी करना मेरे लिए आवश्यक था. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ഈ അറിവ്, ഞാൻ നേടിയ അറിവ് മറ്റ് രാജ്യങ്ങളിലൊക്കെ വിട്ടെന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ എൻ്റെ ഒരു ജോബ് ചെയ്യണമെന്നുള്ളത് എൻ്റെ വലിയൊരു കടമയും ആഗ്രഹവും ആയിരുന്നു. ഭാരത് लौट कर मैं सीधा बड़ौदा गया. आगे जाकर बड़ौदा संस्था की नौकरी मैंने क्यों छोड़ी, इसका वर्णन मैं करने जा रहा हूँ. അപ്പോൾ ഇത്രയും വലിയൊരു ലക്ഷ്യമായിട്ട് ഞാൻ ബഡോദയിലേക്ക് ചെന്നു. എനിക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു നരേഷ് സയാജിറാവ് ഗായക്വാഡിൻ്റെ അവിടെ ജോലി ചെയ്യണമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താണ്? എനിക്ക് വെറും 11 ദിവസം മാത്രമേ ബറോഡയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഹം അസ്പൃശ്യ ഹെ, അസ്പൃശ്യ എന്ന് വെച്ചാൽ അൺടച്ചബിൾസ്, ഞങ്ങൾ അൺടച്ചബിൾസ് ആണ്. मैं 5 साल के यूरोप और अमेरिका के प्रवास के दौरान यह पूरी तरह भूल गया था कि मैं एक अछूत हूँ. അപ്പോൾ 5 വർഷത്തോളം ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ താമസിച്ചപ്പോൾ ഞാൻ ആക്ച്വലി ഒരു അൺടച്ചബിൾ ആണെന്നും ഞാനൊരു മഹാർ ജാതിയിൽപ്പെട്ട ഒരു താന്ന ജാതിയിൽപ്പെട്ട ഒരു ദളിതനാണെന്നും ഇതെല്ലാം ഞാൻ വാസ്തവത്തിൽ മറന്നു. കാരണം അവിടുത്തെ എൻവയൺമെൻറ്റിൽ ആരും ഞാൻ ദളിതാണോ, എൻ്റെ കാസ്റ്റ് എന്താണോ എന്ന് ആരും ചോദിക്കുന്നില്ല. അപ്പം ഞാൻ വളരെ ഫ്രീ ആയിട്ട് വളരെ ഓപ്പൺ മൈൻഡഡായിട്ട് എഡ്യൂക്കേഷൻ നേടുകയും അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചപ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ എന്താണ് ഇൻഡിപെൻഡൻസ്, എന്താണ് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു അൺടച്ചബിലിറ്റി, അതിൻ്റെയൊക്കെ ആ ഒരു കാര്യം ഞാൻ മറന്നേ കഴിഞ്ഞു. ഞാൻ അവിടെ ഇത്രയും വർഷം താമസിച്ചപ്പം 4-5 വർഷം എഡ്യൂക്കേഷന് വേണ്ടി പോയി താമസിച്ചപ്പോഴാണ് എനിക്ക് എന്താണ് വാസ്തവത്തിൽ ഈ ഫ്രീഡം എന്ന് മനസ്സിലായത്. സൊസൈറ്റിയിൽ മനുഷ്യൻ്റെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നത്. तो हम अस्पृश्य हैं, ആ കാര്യം ഞാൻ മറന്നുപോയി. मैं 5 साल के यूरोप और अमेरिका के प्रवास के दौरान यह पूरी तरह भूल गया था कि मैं एक अछूत हूँ और एक अछूत भारत में कहीं पर भी जाए वह अपने लिए एवं दूसरों के लिए समस्या ही होता है. അപ്പം ഞാനൊരു അൺടച്ചബിളാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലും, എൻ്റെ സ്ഥലത്ത് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും എൻ്റെ ജാതിയെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ എന്നേക്കാൾ മുമ്പേ എത്തും. അപ്പം ഞാനത് എത്ര വലിയ പോസ്റ്റിലാണ് പോകുന്നെങ്കിലും, എത്ര വലിയ വിദ്യാഭ്യാസം നേടി, അന്നത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കി, 1913 ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും പിന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ച് തിരിച്ചു വന്ന ഒരു വ്യക്തിക്ക് തിരിച്ച് നാട്ടിൽ വന്നപ്പം അദ്ദേഹം എന്താണ് നേടിയത്, അദ്ദേഹത്തിൻ്റെ അറിവെന്താണ്, അതല്ല പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ജാതി ഏതാണെന്ന് പ്രശ്നം. मैं पूरी तरह भूल गया था कि मैं एक अछूत हूँ और एक अछूत भारत में कहीं पर भी जाए वह अपने लिए एवं दूसरों के लिए समस्या ही होता है. किंतु बड़ौदा स्टेशन पहुँचते ही अब कहाँ जाना, कौन मुझे स्थान देगा, यह सवाल मेरे सामने खड़ा हुआ. ബറോഡ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ ഇനി ഞാൻ എവിടെ പോവും, ആരെനിക്ക് അക്കോമഡേഷൻ തരും, ഈ ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു. बड़ौदा में अनेक हिंदू होटल हैं, लेकिन वहाँ मुझे कोई स्थान नहीं देगा. मैं अपने बारे में असत्य जानकारी देकर स्थान पा सकता था, लेकिन मैं इस बात के लिए तैयार नहीं था, क्योंकि बाद में मैं कौन हूँ यह पता लगने पर इसके क्या गंभीर परिणाम मुझे भोगने पड़ेंगे, इसकी मुझे पूरी कल्पना थी. അപ്പോൾ ബറോഡ സ്റ്റേഷനിലിറങ്ങി, ഒരുപാട് ഹിന്ദു ഹോട്ടൽസ് ഉണ്ട് അവിടെ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജാതി മറച്ചിട്ട് വേറെ പേരിൽ അല്ലെങ്കിൽ വേറെ ജാതിയിൽ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാം. പക്ഷേ പിന്നീട് എന്തായാലും അവരറിയും. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വ്യക്തിയെ അറിയുന്നേക്കാളുപരി
അയാൾ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് അറിയുന്നതാണ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി. അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേര് മാറ്റി, ഒരു ദളിത് പേര് മാറ്റി അവരുടെ ഹോട്ടലിൽ താമസിച്ച് ഹോട്ടൽ മുഴുവനും അശുദ്ധമാക്കി എന്നുള്ളൊരു ഇഷ്യൂ വരുന്നേക്കാൾ നല്ലതാണ് അവിടെ താമസിക്കാതെ ഇരിക്കുന്നത്. पता लगने पर इसके क्या गंभीर परिणाम मुझे भोगने पड़ेंगे इसकी मुझे पूरी कल्पना थी. എനിക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും അതിനെപ്പറ്റി ഒരു ഓൾമോസ്റ്റ് ഒരു ഔട്ട്ലൈൻ എനിക്ക് ഉണ്ടായിരുന്നു. अमेरिका में मेरे साथ पढ़ने वाले कुछ विद्यार्थी बड़ौदा में थे. उनके पास जाने पर वे मुझे आसरा देंगे इसका मुझे विश्वास नहीं था. एक अछूत को घर में रखना उनके लिए परेशानी का कारण हो सकता था. അപ്പം നോക്കി അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ കൂടെ അമേരിക്കയിൽ പഠിക്കാൻ വന്ന കുറച്ച് വിദ്യാർത്ഥികളെ എനിക്കറിയാം ബറോഡയിലുള്ളത്. പക്ഷേ അവർ വിദ്യാഭ്യാസം നേടിയെന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ ഞാൻ സ്റ്റേ ചെയ്യാൻ ചെന്നാൽ അവരുടെ വീട്ടുകാർക്കത് മനസ്സിലാവണമെന്നില്ല, അവരുടെ വീട്ടുകാർക്കതൊരു ബുദ്ധിമുട്ടാവും. इसलिए मैं उनके लिए परेशानी का कारण नहीं बनना चाहता था. ഞാൻ കാരണം അവർക്കൊരു ഇഷ്യൂ ആവണം എന്നെനിക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. मैं ऐसा सोचते हुए कुछ समय तक स्टेशन पर खड़ा रहा. मुझे अचानक सूझा कि शहर के कैंप भाग में रहने की सुविधा प्राप्त हो सकती है क्या, यह पूछना चाहिए. तब तक गाड़ी से उतरे हुए सब यात्री चले गए थे. मैं अकेला ही वहाँ खड़ा था. പെട്ടെന്ന് ഏത് ഡയറക്ഷനിലോട്ട് പോകണം, എവിടെ താമസിക്കണം, ഹിന്ദു ഹോട്ടലുകളിൽ താമസിക്കേണ്ട എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു ഡയറക്ഷനിൽ ക്യാമ്പ് ഭാഗത്ത് അവിടെ താമസിക്കാൻ എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ പോസിബിൾ ആണോ എന്നെൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. ട്രെയിനിൽ വന്നിറങ്ങി എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. മേ അക്കേലാ ഹി വഹാ ഖടാ ഥാ ജിൻഹെ കോയി സവാരി നഹി മിലി ഥി. താങ്കെ വാലെ മേരി ഓർ ദേഖ് രഹേ ഥേ. ഇപ്പം താങ്കെ വാലെ, താങ്കേതാ ഇതാണ് താങ്കെ, നമ്മുടെ നാട്ടിൽ കുറവാണ്. ഇതിങ്ങനെ മനുഷ്യർ തന്നെ ഇങ്ങനെ മനുഷ്യർ തന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന താങ്കയുണ്ട്. കൽക്കട്ടയിലൊക്കെ അത് ഒരുപാടുണ്ട്, കഷ്ടം തോന്നും. പിന്നെ അതുപോലെ ഇങ്ങനെ ചവിട്ടുന്ന സൈക്കിൾ റിക്ഷ പോലെ, രണ്ടിനെയും താങ്കയെന്ന് തന്നെയാണ് പറയുന്നത്. तो तांगे वाले मेरी ओर देख रहे थे. उनमें से एक को मैंने बुलाया और पूछा कि कैंप में कोई होटल है क्या. वहाँ एक पारसी सराय है और वहाँ यात्रियों के रहने की व्यवस्था भी है. അപ്പം ഇൻഫർമേഷൻ എന്താണ് കിട്ടിയത്? താങ്കേവാലെ പറഞ്ഞത് അവിടെ ഒരു പാർസി കമ്മ്യൂണിറ്റിയിലുള്ള സൗരാഷ്ട്രിസം പാർസിക്കാരുടെ ഒരു ലോഡ്ജിങ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ ഈ യാത്രക്കാരെ താമസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ കിട്ടും. യഹ സുൻകർ മേ ആശാൻവിത് ഹോ ഉഠാ. पारसी जोरेस्टर धर्मावलंबी होने के कारण वे अस्पृश्यता को नहीं मानते हैं. അപ്പോൾ എനിക്കൊരാശ്വാസമായി. കാരണം ഈ സോറസ്റ്റർ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് പാർസികൾ. ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡ് ഒരു പാർസിയായിരുന്നു, ഫിറോസ് ഗാന്ധി. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ളവരായത് കാരണം അവർക്കിങ്ങനെ ഈ അൺടച്ചബിലിറ്റി ഒന്നും അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി. इसलिए बड़ी आशा से अपना सामान तांगे में रखा और चल दिया. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ആ താങ്കയിൽ വെച്ചിട്ട് വലിയ കാര്യത്തെ അങ്ങോട്ട് പോയി. अब देखिए मेरा पारसी अनुभव, എൻ്റെ പാർസി അനുഭവം എന്തായിരുന്നു നോക്ക്. यह सराय 2 मंजिला इमारत में स्थित थी. इमारत की निचली मंजिल पर एक अधेड़ पारसी अपने परिवार के साथ रहता था. सराय की देखभाल करना और वहाँ रहने वाले ग्राहकों के भोजन की व्यवस्था देखता था. 2 നിലയിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. താഴെ ഒരു പാർസിയുടെ കുടുംബമായിട്ട് താമസിക്കുന്നു, എന്നിട്ട് അയാളായിരുന്നു ഈ മുകളിൽ താമസിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നത്. वहाँ पहुँचते ही पारसी ने मुझे स्थान बताया. तब तक तांगे वाला भी मेरा सामान लेकर आ गया था. मेरे किराया देने पर वह लौट गया. निवास की समस्या आखिरकार हल हो चुकी थी. इसके समाधान में था. അങ്ങനെ പാർസി സറായിൽ താമസിക്കാൻ ഇടം കിട്ടി. അപ്പോൾ എനിക്കല്പം ആശ്വാസവും തോന്നി. थोड़ा आराम कर लूँ इस विचार से मैंने कपड़े बदले. तब तक वह पारसी हाथ में रजिस्टर लेकर आया. पारसी की वेशभूषा में मुझे न देखकर ज़ोर से बोला, तुम कौन हो? यह सराय तो केवल पारसियों के लिए है. അപ്പോഴാണ് ആ ലോഡ്ജിലെ ആ ഒരു മേൽനോട്ടക്കാരൻ യഥാർത്ഥത്തിൽ എന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അയാൾക്കൊരു ഡൗട്ട് തോന്നിയത്, ഇയാളുടെ വേഷവിധാനങ്ങളൊന്നും പാർസി ആൾക്കാരെ പോലെ അല്ല. तो वो पूछने लगा तुम कौन हो? यह सराय तो केवल पारसियों के लिए है. അപ്പോൾ ഒരുപക്ഷെ അയാൾ ധരിച്ചിരിക്കണം
ഇത് പാർസി സറായ് ആയതുകൊണ്ട് നാച്ചുറലി വന്ന കസ്റ്റമർ പാർസി ആയിരിക്കും. പാർസി ആൾക്കാരെ ഇവിടെ വരാറുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്, ഇയാൾ പാർസി അല്ല. इसकी जानकारी न होने के कारण मैंने कहा कि मैं हिंदू हूँ. यह सुनकर वह पारसी विचलित सा हुआ और मैं यहाँ कैसे रह सकता हूँ. उसने मुझे बताया. उसकी बात सुनकर मैं भौचक्का रह गया. നിങ്ങൾക്കിവിടെ താമസിക്കാൻ ഒക്കില്ല, നിങ്ങൾ പാർസി അല്ലാത്തത് കാരണം ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അയാൾ ക്ലിയർ ആയിട്ട് പറയും. मैं एकदम सुनकर भौचक्का रह गया. എനിക്കാകെ അത് കേട്ടിട്ട് ടെൻഷനായി. अब कहाँ जाऊँ, यह प्रश्न मुझे भयभीत करने लगा. किसी प्रकार मन को समझाकर मैंने पारसी से कहा कि मुझे हिंदू होकर भी यहाँ रहने में कोई आपत्ति नहीं है, तो आपको इस पर क्या आपत्ति है. അപ്പം ഞാൻ അല്പം ഒന്ന് ലോജിക്കലായിട്ട് പറഞ്ഞു നോക്കൂ, ഞാനൊരു ഹിന്ദുവാണ്, എന്നിട്ട് കൂടി എനിക്ക് നിങ്ങളുടെ പാർസിക്കാരുടെ ലോഡ്ജിൽ താമസിക്കാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ട്. ക്ഷൺ ഭർ സോച്ച് കർ വഹ ബോലാ, यह कैसे संभव है. मुझे तो यहाँ रहने वाले सभी के नाम रजिस्टर में लिखने पड़ते हैं. मैं उसकी परेशानी को समझ गया. അപ്പോഴയാൾ തിരിച്ചിങ്ങോട്ട് മറുപടി പറഞ്ഞ എന്താണ്, എനിക്കിവിടെ താമസിക്കുന്നവരുടെ എല്ലാവരുടെയും പേര് രജിസ്റ്ററിൽ പിടിച്ചെഴുതണം. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഇയാൾക്ക് വാസ്തവത്തിൽ ഞാനവിടെ താമസിക്കുന്നതിൽ വലിയ എതിർപ്പില്ല. പക്ഷേ അയാൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ ഞാൻ പാർസി ആണെന്നുള്ളത് കാണിക്കണം. അപ്പം ഞാനൊരു ഐഡിയ പറയും. तुम चाहो तो मेरा झूठा पारसी नाम लिख सकते हो. यदि इस पर मुझे आपत्ति नहीं है तो आप इसका विरोध क्यों करते हैं. അപ്പോൾ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ പേര് മാറ്റി എഴുതിക്കോ. എൻ്റെ പേര് മാറ്റി എഴുതുന്നതിൽ എനിക്കാണ് വാസ്തവത്തിൽ എതിർപ്പുണ്ടാവേണ്ടത്. പക്ഷേ എനിക്ക് എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ മാറ്റി എഴുതിക്കോ. मैं यदि यहाँ रहा तो तुम्हारा भी कुछ फ़ायदा होगा. ऐसा कहकर मैंने पारसी को ललचाया. ഞാനിവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഇൻഡയറക്റ്റായിട്ട് ഞാൻ നിനക്ക് കൈക്കൂലി തരാം എന്നുള്ളൊരു ധ്വനി കൊടുക്കും. मुझे लगा उसकी बात समझ में आ रही है. पहले से ही इस सराय में कई दिनों से कोई ग्राहक आया नहीं था और कुछ पैसे मिलने का अवसर वह छोड़ेगा नहीं, ऐसा मुझे लगा. അപ്പോൾ അയാളുടെ പെരുമാറ്റവും നോട്ടമൊക്കെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി അയാൾക്ക് കാശിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവിടെ നോക്കിയപ്പോൾ തന്നെ വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ലോഡ്ജ് പോലെ തോന്നി. അപ്പോൾ അല്പം പൈസ തടയുന്ന ഒരു വിഷയമായത് കാരണം അയാൾ എതിർക്കില്ലെന്ന് മനസ്സിലായി. पहले से ही उस सराय में कई दिनों से कोई ग्राहक आया नहीं था और कुछ पैसे मिलने का अवसर वह छोड़ेगा नहीं, ऐसा मुझे लगा. मैं उसे रोज 1.5 रुपया दूंगा और वह पारसी के नाम से रजिस्टर में लिखेगा. അപ്പം ഞാൻ എന്നും 1.5 രൂപ, അന്നത്തെ കാലത്തെ എമൗണ്ടാണ് കേട്ടോ, ഇന്നത് 100-150 രൂപയുടെ തുല്യമാണ്. അപ്പോൾ 1.5 രൂപ ഞാൻ എന്നും അയാൾക്ക് കൈക്കൂലി കൊടുക്കും. പകരം അയാൾ എന്ത് ചെയ്യും, എൻ്റെ പേര് പാർസി ഒരു പേരായിട്ട് എഴുതും. इस शर्त पर वह तैयार हो गया. इस प्रकार से इस समस्या से मैंने छुटकारा पाया. मैंने एक लंबी सांस ली, लेकिन यह आनंद कितना अल्पकालीन था यह मैं सोच नहीं सकता था. इस सराय से मेरा वास्ता शीघ्र ही समाप्त होना था. इस प्रसंग के कारण को कहने के पहले मैंने बड़ौदा में कैसे दिन बिताए इसका वर्णन करना चाहता हूँ. അപ്പോൾ ആ ഒരു ലോഡ്ജ് നോക്കുന്ന മേൽനോട്ടക്കാരന് കൈക്കൂലി കൊടുത്ത് എൻ്റെ പേര് മാറ്റിച്ച് ഞാൻ അവിടെ തൽക്കാലത്തേക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഏർപ്പാടാക്കി. പക്ഷേ അത് വളരെ കുറച്ച് നാളത്തേക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബറോഡയിലെ സ്റ്റേയെ പറ്റി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. सराय की पहली मंजिल पर सोने के लिए केवल एक कमरा था. उसके पास ही स्नान गृह था. वहाँ नल लगा हुआ था. बची हुई जगह में एक हॉल था. मैं जब वहाँ रहने गया तब बड़े हॉल में कबाड़ी सामान भरा हुआ था. അപ്പം മുകളിൽ ഈ ഒരു ലോഡ്ജിങ് ഫെസിലിറ്റിയിൽ തീരെ സൗകര്യം കുറവായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ മുറി, അതിൻ്റെ അടുത്തൊരു വാഷ്റൂം, പിന്നെ ഒരു വലിയ ഹോള്. അപ്പം ഞാൻ ചെന്നപ്പോൾ എന്താ കാണുന്നത്, ആ വലിയ ഹോള് നിറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഡംപ് ചെയ്തിരിക്കുകയാണ്. കബാഡി സാമാൻ था. रोज़ाना सुबह व पारसी चाय लेकर ऊपर आता. बाद में लगभग 9:30 बजे नाश्ता लाकर देता और दिन में तीसरी बार शाम को 8:30 बजे मेरा भोजन लेकर आता. इसके अतिरिक्त वह ऊपर आता भी नहीं था. അപ്പോൾ ഈ ഒരു വ്യക്തി രാവിലെ, ഈ ഒരു മേൽനോട്ടക്കാരൻ പാർസി രാവിലെ ചായ ആയിട്ട് വരും,
बाद में 9:30 बजे नाश्ता लेकर आता. ഒരു 9-9:30 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് മുകളിലോട്ട് വരും. और दिन में तीसरी बार शाम को 8:30 बजे मेरा भोजन लेकर आता. അതല്ലാതെ അയാൾ മുകളിൽ വരാറില്ലായിരുന്നു. मजबूरी से सराय में बड़ौदा स्टेट के अकाउंटेंट जनरल के कार्यालय में प्रशिक्षणार्थी की हैसियत से मेरी नियुक्ति हुई. അപ്പം നോക്കിയ വളരെ വലിയ പൊസിഷനിലാണ് അദ്ദേഹത്തിന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഒരു പ്രശിക്ഷണാർത്ഥി അല്ലെങ്കിൽ ഒരു ട്രെയിനി ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ AG ഓഫീസിലാണ്, അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസിലാണ് ഇത് ജോലി കിട്ടിയത്. അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസിലാണ് അപ്പോയിൻമെൻറ്റ് നിയുക്തി കിട്ടിയത്. वहाँ जाने के लिए मैं 10 बजे के लगभग सराय से निकलता. जहाँ तक हो सके वापस जल्दी न लौटना पड़े, इसलिए शाम को 8 बजे तक मित्रों के साथ समय बिताता था. അപ്പോൾ തിരിച്ച് വന്നാൽ ഈ ലോഡ്ജിൽ ഒട്ടും ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം ഞാൻ മാക്സിമം സമയം ഓഫീസിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ മാക്സിമം സമയം ഞാൻ അങ്ങനെ ചിലവഴിക്കുമായിരുന്നു. वहाँ रात को जाने की कल्पना से ही मेरे रोंगटे खड़े हो जाते थे. അപ്പോൾ രാത്രിയിൽ തിരിച്ച് ആ സ്റ്റേ സ്ഥലത്ത് പോകുന്ന ആലോചിക്കുമ്പോൾ എനിക്കങ്ങ് ആകെ ഭയമായിരുന്നു. മേരെ റോങ്ടേ ഖടേ ഹോ ജാത്തെ, ഭയം കൊണ്ട് എനിക്ക് ആകെ ടെൻഷൻ ആവുമായിരുന്നു. ലേക്കിൻ കहीं और स्थान न मिलने के कारण मजबूरी में वहाँ रहना पड़ता था. പക്ഷെ मेरी मजबूरी थी, എനിക്ക് വേറെ നിവൃത്തി ഇല്ലായിരുന്നു, എനിക്ക് അവിടെ നിൽക്കാനേ നിവൃത്തിയുള്ളായിരുന്നു. उस इमारत के ऊपर की मंजिल पर भोजनालय था. वहाँ मैं अकेला रहता था. वहाँ बिजली तो दूर, दिए की भी व्यवस्था नहीं थी. पारसी व्यवस्थापक मेरे लिए शाम होते ही एक लालटेन लाकर रखता था, लेकिन इसका प्रकाश 1 इंच से दूर तक नहीं जाता था. किसी अंधेरी कोठरी में रहता हूँ ऐसा मुझे आभास होता रहता था. दूसरे किसी से बात करने के लिए मैं तरसता था, किंतु वहाँ कोई भी बात करने के लिए नहीं था. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? രാത്രിയാകുമ്പം വെളിച്ചമില്ല. ആ പാർസി വ്യവസ്ഥാപക് കാര്യങ്ങൾ നോക്കുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ കാര്യക്കാരൻ, അയാളെന്ത് ഒരു ലാൾട്ടേൻ, ഇതാണ് ലാൾട്ടേൻ ഇല്ലേ? ഇപ്പോഴും നമ്മൾ ലാൾട്ടേൻ ഒന്നും കാണാറില്ല. ഇതിന് തീരെ വെളിച്ചം കാണില്ല. അവിടെ ഇച്ചിരി കത്തുന്നുണ്ടെന്നല്ലാതെ ആ ഒരു വെളിച്ചത്തിൽ എഴുത്തും വായനയൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുണ്ടായിരുന്നു. ദൂസരെ കിസി സെ ബാത് കർനെ കെ ലിയെ മേ തരസ്താ ഥാ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. अंत में मैंने पुस्तकों को साथी बनाया और इसके कारण भयावह एकाकीपन को भूल गया. किंतु कबाड़ भरे हुए उस हॉल में अनेक चमदागड़ों ने अपने घर बसा लिए थे. उनकी फड़फड़ और विचित्र आवाज़ से मेरे अध्ययन में भी विघ्न उत्पन्न होता और वही भयावह एकाकीपन घिर आता. അപ്പോൾ അവിടെ ആ ഒരു വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന മുറിയാണ്, കബാഡ് ഖാനയാണ്, അവിടെയുള്ള ചവറെല്ലാം ഇട്ടിരിക്കുകയാണ്. രാത്രിയാവുമ്പം വവ്വാലുകളുടെ ശല്യമാണ്, അവരുടെ ഈ ഒരു സൗണ്ടും ആകെ കൂടെ ഒരു പ്രേതാലയം പോലത്തെ ഒരു സ്ഥലം. कई बार मुझे चिढ़ भी आती, लेकिन करता क्या, मेरे लिए कोई दूसरा आसरा ही नहीं था. यह सोचकर अपने क्रोध और दुख को दबा कर रखता. मैं इतनी विकट अवस्था में रहता था कि बम्बई से सामान लेकर आया हुआ मेरी बहन का लड़का ज़ोर से रो पड़ा, लेकिन मैंने किसी प्रकार समझा बुझाकर उसे लौटा दिया. അപ്പോൾ എൻ്റെ അനന്തരവൻ എന്നെ കാണാൻ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ വലിയ ഹോപ്പിലായിരിക്കും വന്നത്. എന്ന് വെച്ചാൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അമ്മാവൻ, വിദേശത്ത് വിദ്യാഭ്യാസം നേടി വന്ന അമ്മാവൻ, അദ്ദേഹം പക്ഷേ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടപ്പം ഇങ്ങനെ ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത ഇരുണ്ട മുറി, ആകെ കൂടെ വവ്വാലുകളും വേസ്റ്റിൻ്റെയൊക്കെ ഇടയ്ക്ക് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടപ്പം ആ പയ്യൻ തന്നെ അങ്ങ് കരഞ്ഞുപോയി. ऐसी परिस्थिति में मैं वहाँ एक पारसी के रूप में रहता था, लेकिन अधिक समय तक यह खेल चालू नहीं रह पाएगा, यह मैं जानता था. इसलिए संस्था पर एक बंगला प्राप्त हो ऐसे प्रयत्न करता रहता था, किंतु संस्था का प्रधान मेरी इस मांग पर शीघ्र विचार करने को तैयार नहीं था. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ ആക്ച്വലി എനിക്ക് ഒരു ബംഗ്ലാവ് തന്നെ കിട്ടാനുള്ള, ഒഫീഷ്യൽ റെസിഡൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയൊരു പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മളതിനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥൻ, അവിടെ ഇരിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥനും സവർണനായിരിക്കും നാച്ചുറലി. അപ്പോൾ അവർക്ക് ഇത് അലോട്ട് ചെയ്ത് തരണമെന്നൊന്നും ഒരു ആഗ്രഹവും കാണത്തില്ല. तो वो मेरी मांग पर शीघ्र विचार करने को तैयार नहीं था. बंगले के लिए दी हुई मेरी अर्जी एक अधिकारी से दूसरे अधिकारी के पास घूमती रही.
और इसी समय मुझे एक अंतिम घटना को भोगना पड़ा. അപ്പം ഞാൻ ബംഗ്ലാവിന് വേണ്ടി ഒഫീഷ്യൽ ബംഗ്ലാവിന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ ഒരു ഓഫീസറിൻ്റെ മേശപ്പുറത്തുനിന്ന് മറ്റു ഓഫീസറിൻ്റെ മേശപ്പുറത്ത് പോകും. എന്നിട്ട് അവിടെ കുറേ നാളിരിക്കും. പിന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ആവുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, പക്ഷേ മനസ്സിൽ വിചാരിച്ച ഒരു സംഭവം, എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ച ഒരു ഇൻസിഡൻറ്റ് നടക്കും. वो एक भयानक घटना थी. सराय में मेरे रहने का यह 11वां दिन था. सुबह का नाश्ता कर कपड़े पहनकर मैं कार्यालय जाने की तैयारी कर रहा था. पिछले दिन लाई हुई पुस्तकालय की किताब लेकर मैं निकल ही रहा था कि सीढ़ियाँ चढ़ते हुए कई लोगों की ज़ोर से आवाज़ें आई. मुझे लगा इस सराय में ग्राहक आए होंगे. അപ്പോൾ ഞാൻ അവിടെ സ്റ്റേ ആയിട്ട് 11 ദിവസമേ ആയുള്ളൂ. 11ാമത്തെ ദിവസം ഞാൻ വായിച്ച ബുക്കും ഞാൻ ലൈബ്രറിയിലെ ബുക്കും ഒക്കെ എടുത്ത് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് താഴെ നല്ല ആൾബഹളം കേൾക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ച എന്താണ്, ഇവിടെ ആരോ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. उत्सुकता से कि ये कौन है देखने के लिए मैं आगे बढ़ा. हाथ में लाठियाँ लेकर कुछ तगड़े बदन के पारसी मेरे कमरे की ओर आते दिखाई दिए. കാണുന്ന കാഴ്ച എന്തോ വലിയ വടിയൊക്കെ എടുത്ത് എൻ്റെ മുറിയുടെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ് കുറേ പാർസികൾ. वे कोई ग्राहक नहीं है ऐसा मैं सोच ही रहा था कि वे मेरे दरवाजे को घेर कर मुझसे पूछने लगे, तुम कौन हो, तुम यहाँ कैसे आए. അവർ വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ ആരാണ്, നീ എങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. തുമാരി ഹിമ്മത്ത് कैसे हुई പാർസി നാം ലേക്കർ യഹാ രഹനെ കി. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന് ഒരു പാർസി പേര്, ഫോൾസ് നെയിം വെച്ചിട്ട് ഇവിടെ താമസിക്കാൻ. ബദ്മാഷ്, तूने पारसियों की सराय को अपवित्र किया है. मैं उनकी बातें शांतिपूर्वक सुनता रहा क्योंकि मैं किसी प्रकार का उत्तर नहीं दे सकता था. അപ്പം ഞാനിങ്ങനെ ശാന്തമായിട്ടെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അവരുടെ ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ നിശബ്ദമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. കാരണം കുറ്റം എൻ്റെ കയ്യിലുമാണ്. ഞാൻ പേര് മാറ്റിയാണ്, ഒരു ഫോൾസ് നെയിമിലാണ് ഇവിടെ താമസിക്കുന്നത്. मैंने जो गलती की थी वह सामने आ चुकी थी. मैं अपना नाटक चालू रखता तो क्रोधित पारसी मुझे मारते और कदाचित मुझे मार ही डालते. ऐसा मुझे विश्वास था. ഞാൻ എൻ്റെ ഈ കള്ളനാടകം എന്താണ്, ഇല്ല ഞാൻ പാർസി തന്നെയാണ്, എൻ്റെ പേര് അതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കുറച്ച് നേരം കൂടെ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവരൊരുപക്ഷെ എന്നെ അടിച്ച് കൊന്നേനെ. किंतु मेरे चुप रहने से यह संभावना नहीं रही. उनमें से एक पारसी ने मुझसे पूछा कि मैं यह सराय कब छोड़ूंगा. അപ്പം ഞാൻ മൗനമായിട്ട് മിണ്ടാതെ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ സറണ്ടർ ചെയ്യുകയാണെന്ന്. അപ്പോൾ അവരെന്നോട് ചോദിക്കും, നീ എപ്പോൾ ഇവിടുന്ന് പോകും. सराय का आसरा मेरे लिए सबसे महत्वपूर्ण था और इसे छोड़ने की धमकी दी जा रही थी. अतः मैंने 1 सप्ताह और रहने की प्रार्थना की. അപ്പോൾ എനിക്ക് ആ സറായ വിട്ടാൽ വേറെ എങ്ങും താമസിക്കാൻ ഒരു സ്ഥലവുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ഒരാഴ്ചയും കൂടെ താമസിച്ചോട്ടെ. इसी बीच मेरी अर्जी स्वीकृत होकर मुझे बंगला मिल जाएगा ऐसी मुझे आशा थी. അപ്പോൾ എൻ്റെ ഹോപ്പ് എന്തായിരുന്നു, എൻ്റെ പ്രതീക്ഷ, ഞാൻ അപ്ലൈ ചെയ്ത ഒഫീഷ്യൽ റെസിഡൻസ് എനിക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും. लेकिन वे पारसी मेरी बात सुनने को तैयार ही नहीं थे. उन्होंने मुझे अंतिम आदेश दिया कि शाम तक मुझे यह सराय छोड़नी होगी. ऐसा न होने पर तुम्हारी हालत ठीक नहीं रहेगी. അവർ പക്ഷേ എനിക്ക് ലാസ്റ്റ് വാർണിംഗ് തന്നു, ഇന്ന് വൈകിട്ടാവുമ്പം ഈ സറായ വിട്ടു പോയിക്കോണം, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ സിറ്റുവേഷൻ പറയാനൊക്കത്തില്ല. ऐसी धमकी भी मुझे दी गई. मैं घबरा गया और स्वयं पर चिढ़ने लगा और रोने लगा. मुझे सराय का मिला यह आसरा किसी जेल की कोठरी से कम नहीं था. फिर भी मेरे लिए वह मूल्यवान था. എനിക്ക് ആ വാസ്തവത്തിൽ പാർസി സറായി, നേരത്തെ പറഞ്ഞല്ലോ, വെളിച്ചമില്ല, മിണ്ടാൻ ആരുമില്ല, പിന്നെ കുറേ വവ്വാലികൾ രാത്രിയാവുമ്പോൾ ശല്യം, ആകെ കൂടെ ഒരു കൊള്ളാത്ത അറ്റ്മോസ്ഫിയർ ആണെങ്കിലും പക്ഷേ ആ സമയത്ത് എനിക്ക് എവിടെങ്കിലും തല ചായ്ക്കാനൊരു അല്പം സ്ഥലം കിട്ടിയത് വളരെ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് ആ ആശ്വാസം, ആ സറായി വിട്ടുപോകേണ്ടി വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷനായി. पारसी लोगों के चले जाने के बाद अब क्या करूं, कुछ समय तक सोचता रहा. मुझे आशा थी कि संस्था का बंगला मुझे मिलेगा और मेरे रहने की समस्या हल होगी, किंतु तब तक मुझे रहने की अस्थायी व्यवस्था करनी पड़ेगी. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് അർഹതപ്പെട്ട റെസിഡൻസ് എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ അതുവരെ, കിട്ടുന്നത് വരെ അതെന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം എൻ്റെ മുന്നിൽ വന്നു.
यह सोचकर कुछ मित्रों से पूछताछ की जाए ऐसा मैंने निश्चय किया। बड़ौदा में रहने वाले अछूतों से मेरी जान पहचान नहीं थी, किंतु शहर में रहने वाले कुछ सवर्ण मित्र थे। उनमें से एक हिंदू तथा दूसरा ധർമാന്തരം किया हुआ ക്രിസ്ത്യൻ था. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ബഡോദയിൽ താമസിക്കുന്ന മറ്റ് അച്ചൂത്ത് മറ്റ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ പരിചയമില്ലായിരുന്നു. കാരണം അംബേദ്കർ സവർണ കുട്ടികൾ പോകുന്ന പോലെ തന്നെയാണ് ഈ സ്കോളർഷിപ്പോടുകൂടി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചത്. അപ്പോൾ ആ സമയത്തുള്ള കൂടെ പഠിക്കുന്നവരെല്ലാം സവർണരായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ഹിന്ദുവും ഉണ്ടായിരുന്നു, ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യനും ഉണ്ടായിരുന്നു. पहले मैं अपने हिंदू मित्र के पास गया और आप बीती उसे सुनाई. वह मेरा अच्छा और सहृदय मित्र था. मेरी बात सुनकर उसे दुख हुआ और कुछ चिढ़ा भी, किंतु उसने मुझे कहा कि मैं यदि उसके घर रहने गया तो उनके नौकर भाग जाएंगे. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ഹിന്ദു ഫ്രണ്ടും ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ഫ്രണ്ടുമായിരുന്നു. ആദ്യം ഹിന്ദു സുഹൃത്തിൻ്റെ അടുത്ത് പോയി. എൻ്റെ ഈ ഒരു ട്രാജിക് സിറ്റുവേഷൻ കേട്ടിട്ട് അയാൾക്ക് ശരിക്കും അരിശവും വന്ന്, ദേഷ്യവും വന്ന്, വിഷമവും വന്ന്. പക്ഷേ സൊല്യൂഷൻ അയാളുടെയിലില്ലായിരുന്നു. കാരണം അയാളുടെ വീട്ടിൽ എന്നെ സ്റ്റേ ചെയ്യാൻ സമ്മതിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവും. അവരുടെ വീട്ടിലെ ജോലിക്കാർ ജോലി വിട്ടങ്ങ് പോവും. मैं उसकी बात समझकर उससे कोई आग्रह न कर सका. അത് കേട്ടപ്പം പിന്നെ ഞാൻ അയാളെ കമ്പൽ ചെയ്യാൻ പോയില്ല. क्रिश्चियन समाज में भी अस्पृश्यता. धर्मांतरित क्रिश्चियन मित्र के पास मुझे रहना पसंद नहीं था. इसके पहले ही उसने रहने के लिए मुझे बुलाया था, लेकिन मैं पारसी सराय में रहना बेहतर समझता था, क्योंकि उसकी कुछ आदतें और स्वभाव मेरी मानसिकता के विरुद्ध था. അപ്പം പിന്നീട് എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ആ കൺവേർട്ടഡ് ക്രിസ്ത്യൻ സുഹൃത്താണ്. അപ്പോൾ ആ സുഹൃത്ത് ആക്ച്വലി എന്നെ നേരത്തെ കൂടെ താമസിക്കാൻ വിളിച്ചിരുന്നു. പക്ഷേ അയാളുടെ ഒരു വൈബ് ഡിഫറെൻ്റാണ്. അയാളുടെ ഒരു രീതിയും എൻ്റെ രീതിയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനേക്കാൾ ബെറ്റർ ഞാൻ പാർസി സറായിൽ താമസിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ലേക്കിൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് ആ പാർസി സറായി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ആ ക്രിസ്ത്യൻ ഫ്രണ്ടിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ऐसी स्थिति में पुनः उसके दरवाजे पर जाना यानी अपना अपमान कर लेना होता. इसलिए मैं कार्यालय गया, किंतु इस मित्र को स्थान के बारे में न पूछकर मैं कोई उचित अवसर तो नहीं गंवा रहा हूँ, यह शंका मुझे खाए जा रही थी. അപ്പോൾ ഒരിക്കൽ എനിക്ക് അക്കോമഡേഷൻ ഓഫർ ചെയ്ത വ്യക്തിയാണ്, ഞാനാണ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ തിരിച്ചിനിയും എനിക്ക് അക്കോമഡേഷൻ തരുമോ എന്ന് ചോദിക്കുന്നത് നാണക്കെട്ട പരിപാടിയാണ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഇപ്പോൾ ഒരു ഗതികേട് കാരണം ഞാൻ വിചാരിച്ച് ആ ക്രിസ്ത്യൻ ഫ്രണ്ടിനോടൊന്ന് ചോദിച്ചു കളയാമെന്ന്. मेरे पूछते ही उसने कहा, कल मेरी पत्नी आ रही है, उससे पूछकर ही मैं कोई निर्णय कर सकूँगा. बाद में मुझे पता लगा कि मुझे टालने के लिए ही उसने ऐसा बहाना किया था. मेरा यह मित्र और उसकी पत्नी मूल रूप से ब्राह्मण थे. അപ്പം പിന്നീടാണ് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ എന്താണ് പറഞ്ഞത്, എൻ്റെ വൈഫ് നാളെ വരുന്നുണ്ട്, അപ്പോൾ വൈഫിനോട് ചോദിക്കാതെ എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റില്ല എന്ന്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്നെ ഒഴിവാക്കാനാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അയാളും വൈഫും ബേസിക്കലി ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസ് കൺവേർട്ടായിട്ട് ക്രിസ്ത്യൻ ആയതാണ്. അപ്പം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ബ്രാഹ്മൺ മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് അവർക്കൊരിക്കലും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. धर्मांतरण के बाद उदार मतवादी हो गया था, लेकिन उसकी पत्नी कर्मण विचारों की थी. उसने मेरे जैसे अछूत को कभी भी अपने घर में स्थान देना उचित नहीं समझा. അപ്പം കൺവേർഷന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ ചിന്താഗതിയൊക്കെ അല്പം ബ്രോഡായി. അപ്പം ബ്രോഡ് മെൻറ്റാലിറ്റി ആയി. പക്ഷേ സുഹൃത്തിൻ്റെ വൈഫിന് ഇപ്പോഴും ആ ഒരു പഴയ ആറ്റിറ്റ്യൂഡായിരുന്നു. आसरा मिलने की अंतिम आशा भी समाप्त हो चुकी थी. तब दोपहर के 12 बजने वाले थे. शाम तक मेरे लिए सराय छोड़नी आवश्यक थी और मेरी मदद करने वाला एक भी मित्र नहीं था. बम्बई वापस लौट जाना ही एकमात्र रास्ता मेरे लिए बचा था. അപ്പം നോക്കിയേ, വളരെ ആവേശത്തോടുകൂടി വളരെ ആഗ്രഹത്തോടുകൂടി ബറോഡ രാജാവിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ ഞാൻ അവിടെ വെച്ച് തീരുമാനം എടുക്കുകയാണ് തിരിച്ച് മുംബൈയിലേക്ക് തന്നെ അങ്ങ് പോകാം. ക്യോങ്കി ഷാം തക് മുझे സറായ് ഛോഡ്നാ പടേഗ. വൈകിട്ട് വരെ എനിക്ക് സറായിൽ, വൈകിട്ടാകുമ്പോഴത്തേക്കിന് എനിക്ക് സറായ് വിട്ടേ പറ്റൂ, അല്ലേ എന്നെ അവർ അടിച്ചു കൊല്ലും. माता पिता की याद. बम्बई जाने वाली गाड़ी रात 9 बजे की थी. तब तक समय कैसे बिताया जाए,
सराय में वापस लौटे या किसी मित्र के पास समय बिताएं। सराय लौटने पर पारसी लोग मुझे मारेंगे, ऐसा डर मुझे लग रहा था। मित्र के पास तो मुझे जाना ही नहीं था। मैं अत्यंत करुण अवस्था में सोच रहा था कि किसी को तो मुझ पर दया आएगी। अंत में 5 घंटे कामाटी बाग और कैंप मार्ग की सीमा पर स्थित सार्वजनिक बगीचे में बिताए जाएं, ऐसा निश्चय कर അത്യന്ത് ബേചൈൻ അവസ്ഥ में मुझे अपने माता पिता की याद आई. അപ്പോൾ വൈകിട്ട് 9 മണിക്കാണ് ട്രെയിൻ. തിരിച്ച് ആ പാർസി ലോഡ്ജിൽ ചെന്നാൽ അവിടെ അവരടിച്ചു കൊല്ലും. അതുകൊണ്ട് വൈകിട്ട് സാധനം എടുക്കാൻ മാത്രം ചെല്ലാം. അതുവരെ സാർവജനിക് പാർക്കിൽ, പബ്ലിക് പാർക്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നു. സുഹൃത്തിൻ്റെ അടുത്ത് പോകാനും ഒന്നും എനിക്ക് മനസ്സ് വന്നില്ല. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ശരിക്കും മിസ് ചെയ്ത്. 8 बजे के लगभग मैं बगीचे से निकला और तांगे से सराय पहुंचा. पारसी व्यवस्थापक बाहर आया, किंतु हम दोनों ने बात नहीं की. मेरी इस परेशानी का जवाबदार वह पारसी है, ऐसा समझकर वह चुप रहा. मैंने उसे पैसे दिए और बिना कुछ कहे वापस लौट गया. അപ്പോൾ ഒരു 8 മണി വരെ ഇരുട്ടുന്നത് കാത്തു നിന്നു. 8 മണി വരെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് ഞാൻ എൻ്റെ സാധനം എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പം ആ പാർസി ലോഡ്ജ് നോക്കുന്ന ആളിനും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം അയാളാണല്ലോ ഈ ഒരു ട്രൂത്ത് വെളിപ്പെടുത്തിയത് മറ്റുള്ളവരുടെ അടുത്ത്. അപ്പോൾ അയാളും ഞാനും ഒന്നും മിണ്ടിയില്ല. ഞാൻ എൻ്റെ സാധനം എടുത്തങ്ങ് ഇറങ്ങി. आखिरकार बम्बई की राह. बड़ी आशा से मैं बड़ौदा गया था. वह युद्ध का समय था. भारत सरकार की शिक्षा सेवाओं में अनेक स्थान रिक्त थे. लंदन के कई बड़े लोगों से मेरा परिचय था, किंतु इस परिचय का मैंने कोई लाभ नहीं लिया. मेरी शिक्षा के लिए बड़ौदा महाराज ने सहायता दी थी. इस कारण उनके राज्य में पहले नौकरी के लिए जाना मेरा कर्तव्य है, ऐसा मैंने समझा. किंतु केवल 11 दिन बड़ौदा रहकर മജ്ബൂരൻ ബറോദ छोड़कर ബംബൈ ആനാ പടാ. അപ്പം 11 ദിവസം മാത്രമേ ഞാൻ ബറോഡയിൽ നിന്നുള്ളൂ. ആ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരുപാട് വേക്കൻസികളുണ്ടായിരുന്നു. എനിക്ക് എവിടെ വേണേലും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ലണ്ടനിൽ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട്, ആ ഒരു റെക്കമെൻഡേഷനൊക്കെ വെച്ചിട്ട് എനിക്ക് എവിടെയും വേണേൽ ജോലിക്ക് നല്ലൊരു പോസ്റ്റിംഗ് കിട്ടിയേനെ. പക്ഷേ ഞാൻ ബറോഡയിൽ തന്നെ തിരഞ്ഞെടുത്ത എന്താണ്, എനിക്ക് ആ രാജാവിനോടുള്ള ഒരു കടപ്പാട്, ആ ഒരു നന്ദി, അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അവിടെ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ പോയത്. പക്ഷേ 11 ദിവസം തികഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റിയുള്ളൂ. लठ लिए हुए 1 दर्जन पारसी आक्रामक रूप से मुझे घेरे हुए हैं और मैं भय से कांपते हुए दया की याचना कर रहा हूँ. यह चित्र आज भी मेरी आँखों के सामने स्पष्ट रूप से दिखाई देता है और मेरी आँखों में पानी आ जाता है. ഇപ്പോഴും എനിക്ക് ആ സീൻ ആലോചിക്കുമ്പം പേടിയാണ്. കുറേ പാർസികൾ വടിയൊക്കെ ആയിട്ട്, വളരെ പെഹൽവാന്മാരെ പോലെയുള്ള പാർസികൾ എന്നെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. എൻ്റെ കണ്ണ് നിറയും. ജോ ആദ്മി ഹിന്ദുओं के लिए अछूत है वह पारसियों के लिए भी अछूत है. यह इस घटना से सबसे पहले मुझे मालूम पड़ा. അപ്പോൾ എനിക്ക് അതാണ്, ഹിന്ദുക്കളുടെ ഇടയിൽ ഐത്തമുണ്ട്, അൺടച്ചബിലിറ്റി ഉണ്ട്, അച്ഛൂത്താണ് ഞാൻ. പക്ഷേ അത് പാർസികൾക്കും ഞങ്ങൾ അച്ഛൂത്താണെന്നുള്ളൊരു തിരിച്ചറിവ് അന്നാണ് വാസ്തവത്തിൽ ഉണ്ടായത്. അപ്പോൾ അതായിരുന്നു BR അംബേദ്കർ ജീൻ്റെ ബഡോദ കാ അനുഭവം.